പൂർവ്വരൂപമായ ജനസംഘം വരുന്നതിന് മുൻപ് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കിയ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും, മദൻ മോഹൻ മാളവ്യ തുടങ്ങി വി.ഡി. സവർക്കർ നേതൃത്വം ഏറ്റെടുത്ത ഹിന്ദു മഹാസഭയുടെ അതേ ആശയങ്ങളും അതേ സംവിധാനവുമായി തിരുക്കൊച്ചിയിൽ ആരംഭിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം. ഹിന്ദു മഹാസഭ രാഷ്ട്രീയ പാർട്ടിയായ ജനസംഘം ഉണ്ടാക്കുന്നതിന് 3 വർഷം മുൻപ് തന്നെ ഹിന്ദു മഹാമണ്ഡലം മന്നത്തിന്റെയും ശങ്കറിന്റെയും നേതൃത്വത്തിൽ തിരുക്കൊച്ചിയിലേക്ക് മത്സരിച്ചതാണ്. ആ മന്നത്തെയും ആർ ശങ്കറിനെയും ഇരു കൈകളും നീട്ടി പിന്നീട് കോൺഗ്രസ് സ്വീകരിച്ചു. ആർ ശങ്കർ പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെയായി. സന്ദീപ് വാര്യർ BJPയിൽ നിന്നും കോൺഗ്രസ് ആകുന്നതിന് ചരിത്രപരമായി ഇതുമാത്രമല്ല വേറെയും അനേകം ന്യായീകരണങ്ങളുണ്ട്. BJPയിൽ നിന്നും കൂടെ കൂട്ടിയ OK വാസുവിന് CPM മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം നൽകി. കോൺഗ്രസിൽ നിന്നെത്തിയ PS പ്രശാന്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനവും. എന്നാൽ ഇത്തരം വരവുകൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സന്ദീപ് വാര്യരുടെ വരവ് പാലക്കാട്ടെ വോട്ട് നിലയിൽ എങ്ങനെ പ്രതിഫലിക്കും? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ആളുമാറിയാൽ വോട്ട് മാറും. പ്രജാമണ്ഡലത്തിൽ നിന്നും CPIയിലെത്തിയ ജോസഫ് മുണ്ടശ്ശേരി അധികാരത്തിന് വേണ്ടി കാലുമാറിയതാണ് എന്ന് ആരും പറയില്ല. കേസരി ബാലകൃഷ്ണപിള്ളയ്ക്കും MP പോളിനും ഒപ്പം സാഹിത്യ വിമർശനത്തിലെ ത്രിമൂർത്തി സ്ഥാനം അലങ്കരിച്ചിരുന്ന മുണ്ടശ്ശേരിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെന്ന് കൂടെ കൂട്ടുകയായിരുന്നു. കേരള കോൺഗ്രസിൽ നിന്നും കൂറുമാറി EK നയനാരെ പിന്തുണച്ച ലോനപ്പൻ നമ്പാടനെയും കാലുമാറ്റക്കാരനായി ചരിത്രം അടയാളപ്പെടുത്താറില്ല. മുസ്ലിം ലീഗിൽ നിന്ന് ഇടതുപക്ഷത്തെത്തിയ KT ജലീലിനും കാലുമാറ്റക്കാരന്റെ പ്രതിച്ഛായ അല്ല ഉണ്ടായത്, നിലപാട് മാറ്റക്കാരുടേതാണ്. P. സരിൻ എന്ന കോൺഗ്രസിന്റെ സാമൂഹ്യ മാധ്യമ നിയന്ത്രിതാവ് ഒരു രാത്രി കൊണ്ടാണ് ഇടതുപക്ഷത്തേക്ക് എത്തിയതും പാലക്കാട്ടെ തേരാളിയായതും. കോട്ടയം DCCയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന KM മാണിയെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയ കഥ R. ബാലകൃഷ്ണപിള്ളയുടെ ദ പ്രിസണർ എന്ന പുസ്തകത്തിലുണ്ട്. കൊട്ടാരക്കരയിൽ നിന്നും ബാലകൃഷ്ണപിള്ള ഓടിച്ചു വന്ന ജീപ്പ് കോട്ടയം DCC ഓഫീസിന് മുന്നിൽ നിർത്തി KM മാണിയോട് കയറാൻ പറയുകയായിരുന്നു. നാമനിർദ്ദേശ പത്രിക നൽകേണ്ട അവസാന ദിവസം ഉച്ചയ്ക്കായിരുന്നു അത്. ആ വണ്ടി നേരെ പാലായിലെത്തി KM മാണി കേരള കോൺഗ്രസിന്റെ പത്രിക നൽകി. മാണി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതായോ മാണിയെ കോൺഗ്രസ് പുറത്താക്കിയതായോ അറിയില്ല എന്ന പരിഹാസം കൂടി R. ബാലകൃഷ്ണപിള്ള പറയാറുണ്ട്. KM മാണിയുടെ വരവ് കേരള കോൺഗ്രസിന് പാല എന്നൊരു മണ്ഡലത്തെ മാത്രമല്ല നൽകിയത്. ഉഴവൂരും ഏറ്റുമാനൂരും കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും പിറവവും മൂവാറ്റുപുഴയും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ രാഷ്ട്രീയ മേൽക്കൈ കൂടിയാണ്. KT ജലീൽ ഇടതുമുന്നണിക്ക് സാധാരണ ജയിക്കാൻ കഴിയാത്ത സീറ്റിലാണ് തുടർച്ചയായി ജയിച്ചു വന്നത്. മുൻപ് ലോനപ്പൻ നമ്പാടൻ ഇരിഞ്ഞാലക്കുട, ചാലക്കുടി, മുകുന്ദപുരം മേഖലകളിൽ ഇടതുമുന്നണിക്ക് നൽകിയ സ്വാധീനവും സമാനമായിരുന്നു. P. സരിൻ പാലക്കാട്ട് താഴെത്തട്ടിലുള്ള കോൺഗ്രസുകാർക്കിടയിൽ അത്ര സുപരിചിതനാകില്ല. KSU യൂത്ത് കോൺഗ്രസ് പാരമ്പര്യത്തിലൂടെ വന്ന നേതാവല്ല എന്നതാണ് അതിന് കാരണം. പക്ഷേ പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന പാലക്കാട്ടെ ഇടത്തരക്കാരുണ്ട്. അവർക്കിടയിൽ IRS വിട്ടുവന്ന നേതാവ് എന്ന നിലയിൽ സ്വീകാര്യനായിരുന്നു P. സരിൻ. അതൊരിക്കലും ഇടതുമുന്നണിക്ക് കിട്ടാതിരുന്ന വോട്ടുകളാണ് കോൺഗ്രസിന്. അല്ലെങ്കിൽ E. ശ്രീധരൻ മത്സരിച്ചപ്പോൾ BJPയിലേക്ക് ഇങ്ങനെ പോയ വോട്ടാണത്. ആ വോട്ടുകളിലൊക്കെ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് P. സരിൻ. രാജ്ഞുരാമാനം കാലുമാറിയയാൾ എന്ന് പരിഹസിക്കുമ്പോഴും ഇടതുമുന്നണി തുടർച്ചയായി 3ാം സ്ഥാനത്തായ മണ്ഡലത്തിൽ സരിനുണ്ടാക്കിയ സ്വാധീനം വോട്ടെണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. 2016 ശോഭാ സുരേന്ദ്രനും 2021 E. ശ്രീധരനും 2024 C. കൃഷ്ണകുമാറും 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് BJPക്ക് പാലക്കാട്. E. ശ്രീധരൻ വെറും 3859 വോട്ടിന് തോറ്റ ഇവിടെ ജയം തന്നെയാണ് BJP ആഗ്രഹിക്കുന്നത്. ഇവിടെ 3ാം സ്ഥാനത്തേക്ക് പോവുക എന്നത് BJPക്ക് ആലോചിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല. പാലക്കാട്ടെ BJPയുടെ വളർച്ച നരേന്ദ്രമോദി യുഗത്തിൽ ആരംഭിച്ച ഒന്നല്ല. 1970 ജനസംഘം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് O. രാജഗോപാൽ 27.9% വോട്ട് നേടിയതാണ്. അരനൂറ്റാണ്ട് മുൻപ് തന്നെ BJP പിന്തുണയ്ക്കാൻ കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ ഉണ്ടായിരുന്ന ഇടമാണ്. തിരുവനന്തപുരത്തിനും മഞ്ചേശ്വരത്തിനും മുൻപ് തന്നെ ആ ചായ്വ് അറിയിച്ചിട്ടുള്ള പാലക്കാട്ട് പിന്നീട് ആ പ്രതാപം ഉണ്ടായിട്ടുമില്ല.
കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇ ശ്രീധരൻ നേടിയ വോട്ടുകളെ ബി.ജെ.പിയുടെ ചതുരത്തിൽ എഴുതിച്ചേർക്കാനും കഴിയില്ല. അവിടെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പോക്ക് എന്ത് സ്വാധീനമുണ്ടാക്കുമെന്നുള്ളതാണ് ചോദ്യം. സന്ദീപ് വാര്യർ, കെ സുരേന്ദ്രൻ കഴിഞ്ഞാൽ ബി.ജെ.പിയിലെ അടുത്ത സംസ്ഥാന അധ്യക്ഷൻ എന്നുവരെ പ്രചരിപ്പിക്കപ്പെട്ട നേതാവാണ്. പാർട്ടി അണികൾക്കിടയിൽ സുരേന്ദ്രൻ ഉള്ളതുപോലെ സ്വാധീനവും അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങളല്ല സന്ദീപ് വാര്യരെ വിമതനാക്കിയത്. വിവാദമായ സ്വർണ്ണക്കടത്തു കേസ് മുതൽ സന്ദീപ് വാര്യർ ബി.ജെ.പിയിൽ മറ്റൊരു പക്ഷത്തായിരുന്നു. സ്വർണ്ണക്കടത്തു കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ കൂട്ടാളി ഷാജ് കിരണും സന്ദീപ് വാര്യരും ഒന്നിച്ച് കർണാടക മന്ത്രിയെ കാണുന്ന ചിത്രം പുറത്തു വന്നതോടെയാണ് ആ വിവാദങ്ങൾ ആരംഭിച്ചത്. സ്വപ്ന സുരേഷിന് പാലക്കാട് താവളം ഒരുങ്ങുക കൂടി ചെയ്തതോടെ മുറുമുറുപ്പുകൾ ഉയർന്ന ശബ്ദത്തിലായി. ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴും സന്ദീപ് വാര്യർ ബി.ജെ.പിക്കാരൻ തന്നെയായിരുന്നു. പാലക്കാട് കൃഷ്ണകുമാറിന്റെ കൺവെൻഷനിൽ സന്ദീപ് വാര്യർ എത്തുകയും അർഹിച്ച പരിഗണന കിട്ടാതെ വരികയും ചെയ്യുന്നതുവരെ പാർട്ടി മാറ്റം എന്നൊരു സാധ്യത അണികൾക്കും ഉണ്ടായിരുന്നില്ല. പാലക്കാട് നഗരം സന്ദീപ് വാര്യരുടെ നേരിട്ടുള്ള പ്രവർത്തന മണ്ഡലമല്ല. എന്നാൽ മണ്ണാർക്കാട് ചെത്തല്ലൂരെ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും യുവമോർച്ച വഴി ബി.ജെ.പിയിലെത്തിയ സന്ദീപ് വാര്യർക്ക് ജില്ലയിലെങ്ങും സുഹൃത്തുക്കളുണ്ട്. അവർ പൂർണ്ണമായും സന്ദീപ് വാര്യർക്ക് പിന്നിൽ അണിനിരക്കുമെന്ന് കോൺഗ്രസ് പോലും കരുതുന്നുണ്ടാവില്ല. RSS ചിട്ടവട്ടങ്ങളിൽ നിന്നും വന്ന നേതാവല്ല സന്ദീപ് വാര്യർ എന്നതുകൊണ്ടാണ് സംഘത്തിന് നിയന്ത്രിക്കാൻ കഴിയാതെ പോയത്. കരുത്തനായ പി മുകുന്ദന് പോലും ഉറക്കെ പ്രതിഷേധിച്ചിട്ടും സംഘത്തിന്റെ ചത്വരം വിട്ടുപോകാൻ കഴിഞ്ഞില്ല. അതിന് RSS അനുവദിച്ചില്ല എന്ന് പറയുന്നതാകും ശരി. പക്ഷേ നേതൃത്വം ചർച്ച നടത്തിയിട്ടും സന്ദീപ് വാര്യരെ അങ്ങനെ വീട്ടിലിരുത്താനും കഴിഞ്ഞില്ല. എന്നാൽ സന്ദീപ് വാര്യരുടെ ഈ മാറ്റം ബി.ജെ.പിക്ക് ക്ഷീണമുണ്ടാക്കുമോ എന്നാണ് ചോദ്യം. 5 മുതൽ 15% വരെ ചാഞ്ചാടി നിന്ന വോട്ടുകൾ പെട്ടിയിൽ വീണപ്പോൾ കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പിലും ബി.ജെ.പി പാലക്കാട് രണ്ടാമതെത്തി. ബി.ജെ.പിക്ക് അനുകൂലമായ ആ ഒരു ചാഞ്ചാട്ടത്തിന് ഈ തിരഞ്ഞെടുപ്പിന് കാരണമുണ്ടോ? ജയിക്കണം എന്ന മോഹത്തിൽ നിന്നും 2ാം സ്ഥാനം നിലനിർത്തിയില്ല എങ്കിൽ അഭിമാനക്ഷതം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തില്ലേ? അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണം സന്ദീപ് വാര്യരുടെ കൂടുമാറ്റം കൂടിയാണ്. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിലിനും അതിലുപരി ഷാഫി പറമ്പിലിനും എല്ലാത്തിലും പരമപ്രധാനമായി വി.ഡി. സതീശനും ആത്മാഭിമാന സംരക്ഷണ മത്സരമാണ്. അതുപോലെ ബി.ജെ.പിക്ക് പാലക്കാട് നൗ ഓർ നെവർ എന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. വടകരയിൽ ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ കോൺഗ്രസ് കേൾക്കുന്ന പഴി ബി.ജെ.പിക്ക് പാലക്കാടിനെ താലത്തിൽ വച്ചു നൽകിയെന്നായിരുന്നു. അവിടെ ബി.ജെ.പി 3ാം സ്ഥാനത്തേക്ക് പോകുന്ന സ്ഥിതിയുണ്ടായാൽ സന്തോഷിക്കുന്നത് സന്ദീപ് വാര്യരും പി സരിനും മാത്രമാകില്ല. അതിനെല്ലാം അപ്പുറമുള്ള സന്തോഷം ഷാഫി പറമ്പിലിനും വി.ഡി. സതീശനും ഉണ്ടാകും. എന്നാൽ ബി.ജെ.പിയുടെ വോട്ടിൽ ഒന്നുപോലും കുറയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിമർശനം നേരിടേണ്ടത് CPM-ഓ പി സരിനോ ആകില്ല, വി.ഡി. സതീശനും ഷാഫി പറമ്പിലും തന്നെയായിരിക്കും. അതുകൊണ്ട് പാലക്കാട് തിരഞ്ഞെടുപ്പിനു ശേഷം കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ ചലനങ്ങൾക്കും സാധ്യതയുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും.